أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. സൂറത്തു നഹ്ൽ ആയത്ത് 80. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മീൻ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ വീടുകളാൽ, സക്കന സമാധാനത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ വിശ്രമ സ്ഥലം എന്നർത്ഥം. സമാധാനം കിട്ടുന്ന, മനഃശാന്തി കിട്ടുന്ന സ്ഥലം, സക്കീനത്ത് ശാന്തത, അതുള്ള സ്ഥലമാണ് മസ്കന്, സക്കൻ. വജഅല ലക്കും, അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നു, മിൻ ജുലൂദിൽ അൻആമി, കാലികളുടെ തുകലുകളിൽ നിന്ന്, ബുയൂത്ത വീടുകൾ, തസ്തഖിഫൂനഹ, ഇസ്തിഗ്ഫാഫ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ അല്ലെങ്കിൽ ലഘുവായി അനുഭവപ്പെടുന്നത് എന്നൊക്കെയാണ്. തസ്തഖിഫൂനഹ, അവ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതാകുന്നു അഥവാ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. യൗമ ലഅനിക്കും, നിങ്ങളുടെ ലഅൻ എന്ന് പറഞ്ഞാൽ നാടോടികൾ ഇഷ്ടപ്പെട്ട സ്ഥലം, വെള്ളവും അതുപോലെ താമസ സൗകര്യവും ഒക്കെ തേടിയുള്ള സഞ്ചാരം, അതിനാണ് പറയുക ആടനം എന്നൊക്കെ പറയുന്ന പോലെ. യൗമ ലഅനിക്കും, നിങ്ങളുടെ സഞ്ചാരവേളയിൽ. വയൗമ ഇഖാമത്തിക്കും, നിങ്ങളുടെ ഇഖാമത്തിൻ്റെ വേളയിൽ അഥവാ സ്ഥിരമായി താമസിക്കുന്ന, ഖാമ നിന്നു, അതിൽ നിന്നുള്ള വാക്ക്. വമിൻ അസ്വാഫിഹ, അതിൻ്റെ ആ കാലികളുടെ രോമങ്ങളാലുണ്ട്. സൂഫ് എന്ന് പറഞ്ഞാൽ കോലാടുകളുടെ രോമത്തിനാണ് പറയുക. കാലികളുടെ സൂഫ് അഥവാ കാലികളിലെ കോലാടുകളുടെ രോമങ്ങളാൽ. ഔബാരിഹ, ആ കാലികളിലെ ഒട്ടകങ്ങളുടെ രോമങ്ങളാലും. അഷ്ആരിഹ, കാലികളിലെ ചെമ്മരിയാടുകളുടെ രോമങ്ങളാലും. അസാസ, അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു, അസാസൻ ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ എന്നൊക്കെ അർത്ഥം. വ മതാഅൻ ഇലാ ഹീൻ, നിശ്ചിത അവധി വരേക്കുള്ള വിഭവങ്ങളും. മതാഅ് വിഭവം, ഇലാ ഹീനിൻ ഒരു നിശ്ചിത അവധി വരെ. ആകാശത്ത് മനുഷ്യന് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത സംവിധാനങ്ങളുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ട് പക്ഷികളുടെ പറക്കലും അതുപോലെ ഒരു പരിധി വിട്ട് അവയ്ക്ക് പറന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയും നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇനി അറബികൾക്ക് വളരെ സുപരിചിതമായ, എല്ലാവർക്കും ബോധ്യമാകുന്ന ജീവിതത്തിലെ മറ്റൊരനുഭവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വിശ്രമം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കി തന്നിരിക്കുന്നു. മനുഷ്യൻ്റെ വലിയ പ്രത്യേകതയാണ് നാട്, വീട് എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നാടുകളുണ്ടായത്? നാടുകൾ ഉണ്ടാകുന്നത് അവിടെ കുറേ വീടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. വീടുകൾ ഉണ്ടാകുന്നത് അവിടെ ആ വീടുകളിൽ മനുഷ്യർക്ക് സമാധാനത്തോടു കൂടി താമസിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ചും പെണ്ണിന് സമാധാനത്തോടു കൂടി താമസിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യൻ ഒരു ജനത, ഒരു നാഗരികത ഒക്കെയായിട്ട് മാറുന്നത്.
അത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തായിട്ട് പരിചയപ്പെടുത്തുകയാണ്, ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ആയത്തിൽ. അങ്ങനെ വീട്, കുടുംബം, ബന്ധുക്കള്, ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കള് എന്നൊക്കെയുള്ള നിലയിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യന് ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു, നിങ്ങൾ അവരിൽ ശാന്തി കണ്ടെത്താൻ, സമാധാനം കണ്ടെത്താൻ എന്നൊക്കെ സൂറത്തു റൂമിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തു. അത് മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്, മനുഷ്യന്റെ പ്രത്യേകതയാണ്. മൃഗത്തിന്റെ കൂട്ടിൽ മൃഗത്തിന് സക്കനില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതവും താൽക്കാലികവുമാണ്. ഒരു സിംഹത്തിന്റെ കൂട്ടിൽ അത് ഒറ്റയ്ക്ക് കഴിയുകയാണ് ചെയ്യുക. ഏറിപ്പോയാൽ അതിൻ്റെ ഇണയുണ്ടാകും, പക്ഷേ എപ്പോഴും ഇണ ഉണ്ടാവണമെന്നില്ല. അല്ലാതെ കുടുംബവും മക്കളും പേരക്കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും മുതിർന്നവർ ചെറിയവർക്ക് ഏർപ്പെടുത്തി കൊടുത്ത് അങ്ങനെയൊക്കെ മനുഷ്യർ താമസിക്കുന്നത് പോലെ താമസിക്കുന്ന ഒരു രീതി മറ്റൊരു ജന്തുക്കൾക്കുമില്ല. അത് മനുഷ്യനെ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് സൃഷ്ടിച്ചതാണ് എന്നതിൻ്റെ തെളിവാണ്. അങ്ങനെ താമസിക്കാൻ മാത്രമല്ല കഴിയുക, താൽക്കാലികമായി താമസിച്ച് നാടോടികളായി ജീവിക്കാനും മനുഷ്യന് കഴിയും. അതാണ് പിന്നെ പറയുന്നത്, വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ തസ്തഖിഫൂനഹാ യൗമ ലഅനിക്കും വയൗമ ഇഖാമത്തിക്കും. അറബികൾക്ക് നന്നായി പരിചയമുള്ള ഒരു ആശയമാണ് നാടോടി ജീവിതം എന്ന് പറയുന്നത്. അഥവാ അവര് മൃഗങ്ങളുടെ തോല് കൊണ്ട്, ഇന്നത്തെ നമ്മുടെ ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അവര് മൃഗങ്ങളുടെ തോല് അത് വലിച്ച് പിന്നെ വിടർത്തി കൂട്ടി യോജിപ്പിച്ച് ടെന്റ് അടിച്ച് പിന്നെ ജീവിത സൗകര്യങ്ങൾ ഉള്ളിടത്ത് പാർക്കും, അതില്ലാതെയായാൽ ഉള്ളയിടം തേടി അവർ പോകും. ഇതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നത് മൃഗങ്ങളുടെ തോല് കൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനെ നശിച്ചു പോകുന്ന, ചത്ത് ജീർണിച്ചു പോകുന്ന മൃഗത്തിൻ്റെ തോലുകളെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ തോല് ഉപയോഗിക്കുന്നത് ബാഗ്, ബെൽറ്റ്, പേഴ്സ്, ചെരുപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. അതിൽ ഒറിജിനൽ തോലുകളുള്ളത് ദീർഘകാലം കേടുകൂടാതെ നിലനിൽക്കുന്നത് കാണാൻ കഴിയും. ഇത് അള്ളാഹു ചെയ്തു തന്ന ഒരു നിഅമത്താണ്, അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ താമസ സ്ഥലവും കൊണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള രണ്ടാമത്തെ ഒരു വ്യത്യാസമാണ്, താമസ സൗകര്യം ഉള്ളിടത്ത്. ഇപ്പോൾ ഒരു കാട്ടിലെ ജന്തുക്കളാണെങ്കിലും അവയ്ക്ക് താമസ സ്ഥലം ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് അവരെ അങ്ങ് തനിയെ പോകുകയാണ് ചെയ്യുക. അല്ലാതെ അവരവരുടെ കൂടും കൊണ്ടുപോകുക, അവരുടെ ഫർണിച്ചറും കൊണ്ടുപോകുക, അങ്ങനെ ഒരു നാടോടി ജീവിതം ദേശാടന കിളികൾക്ക് ഒന്നും ഇല്ലല്ലോ. പക്ഷെ മനുഷ്യന് അങ്ങനെയുണ്ട്. മനുഷ്യൻ ഈ മൃഗങ്ങളുടെ തോലുപയോഗിച്ചുകൊണ്ട് ദീർഘകാലം നിലനിൽക്കുന്ന ടെൻറ്റുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് താമസിക്കുമ്പോൾ അത് ഉപയോഗിച്ച് താമസിക്കുന്നു. അതുപോലെ നാടോടികൾ എന്ന നിലക്ക് നാട് വിട്ട് വേറെ എങ്ങോട്ടോ പോകുമ്പോൾ അവരുടെ ഈ സകല സംവിധാനങ്ങളും എടുത്തുകൊണ്ട് കൂടെ പോകുന്നു. വീണ്ടും അതിലെ ഒരു കാര്യം എടുത്തു പറയുകയാണ്, അതിലെ രോമം വളരെ നിസ്സാരമായിട്ട് ജന്തുവിന് അതിൻ്റെ ശരീരത്തിൽ തോന്നുന്ന ഒരു സാധനമാണ് അതിൻ്റെ രോമം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 രോമങ്ങൾ, കോലാടിൻ്റെയും ഒട്ടകത്തിൻ്റെയും ചെമ്മരിയാടിൻ്റെയും രോമങ്ങൾ കൊണ്ട് പലവിധ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. വസ്ത്രമുണ്ടാക്കുന്നു, അതുപോലെ പിന്നെ തോൽപാത്രം, രോമങ്ങൾ കൊണ്ട് പുതപ്പ്, ഈ സാധാരണ വസ്ത്രങ്ങൾ, രോമക്കുപ്പായം പോലുള്ളത്, അതുപോലെ തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഈ ഔബാർ അഥവാ പിന്നെ അതുപോലെ അഷ്ആർ, അതിൽ നിന്നൊക്കെയുള്ള രോമം കൊണ്ടുള്ള കട്ടിപ്പുതപ്പുകൾ, അതുപോലെ വേറെയും ഒരുപാട് വസ്തുക്കൾ. ഇപ്പോൾ നമ്മൾ ഉപയോഗം കുറഞ്ഞതാണ്. രോമത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ, തൊപ്പി, കുപ്പായവും ഒക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ കാർപ്പറ്റ്, പിന്നെ കാർപ്പറ്റിൽ ഉപയോഗിക്കുന്ന തലയിണകൾ, മെത്തകൾ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു വശത്ത് ഇത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, അള്ളാഹു ചെയ്തു തന്ന സംവിധാനങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ എടുത്തു പറയാനാണ്. രണ്ടാമത് ഇത് ഉണ്ടാക്കിത്തരുന്നതിൽ നിങ്ങളുടെ ജീവിതം, ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുന്നതിൽ മനുഷ്യൻ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളാക്കി കരുതിക്കൊണ്ടിരിക്കുന്ന, ദൈവങ്ങളാക്കി സങ്കല്പിക്കുന്ന വസ്തുക്കൾക്കൊന്നും ഈ
മനുഷ്യന്റെ ജീവിതം ആവിഷ്കരിക്കുന്നതിലും സൗകര്യപ്പെടുത്തുന്നതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂന്നാമത്, ഇത് പരലോകത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണല്ലോ ഇത് യഥാർത്ഥത്തിൽ പറയുന്നത്. അവിടെ അതിലൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇത് മനുഷ്യൻ സംവിധാനിച്ചതല്ല. മനുഷ്യന്റെ ജീവിതം അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന വിധം ഏർപ്പെടുത്തിയതാണ്. എന്നിട്ട് പറഞ്ഞു മതാഅൻ ഇലാഹി, അത് നിങ്ങൾക്കറിയാം, അത് എന്നേക്കുമല്ല. അഥവാ ഈ നാടോടികളായ ആളുകൾ അവിടെ ജീവിക്കുമ്പോൾ അത് എന്നേക്കുമാണെന്ന് വിചാരിച്ചാൽ എത്ര വിവരക്കേടായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്ര സുഖസുന്ദരമായി ജീവിക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പുതപ്പും ടെന്റും ഒക്കെയായിട്ട് താമസിക്കുമ്പോഴും അറിയാം അത് നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ളതാണ്, കുറച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകേണ്ടി വരും എന്ന്. അതുപോലെയാണ് മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതവും, അത് കുറച്ചു കാലത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. മാലി വലി ദുനിയ ഇല്ലാക റാക്കിബിൻ, ഒരു യാത്രക്കാരനെ പോലെ ഞാനും ദുനിയാവുമായുള്ള ബന്ധം എന്താണ്? ഒരു യാത്രക്കാരനെ പോലെ അല്ലാതെ. യസ്തദില്ലു തഹ്ത ഷജറത്തിൻ, മരത്തിന്റെ ചുവട്ടിൽ തണല് കൊള്ളുന്ന. ഇദസ്തറാഹ റാഹ, അവന് റാഹത്തായാൽ അവൻ പിന്നെ വിട്ടുപോകും. അങ്ങനെ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരത്തിന്റെ ചുവട്ട് നിൽക്കുന്നവനെ പോലെയുള്ളൂ ദുനിയാവും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുഴുവൻ അവസ്ഥ ഇതാണ്. നാടോടികൾ അവരുടെ ടെന്റുമായിട്ട് അവരുടെ ഉപകരണങ്ങളുമായിട്ട് അനുകൂലമാകുന്ന ഒരു കാലത്ത് ഒരു സ്ഥലത്ത് താമസിക്കുന്നു. പക്ഷേ താമസിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് താൽക്കാലികമാണ്. എന്നതുപോലെയാണ് ഭൂലോകത്ത് മനുഷ്യന്റെ ജീവിതം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ കാണാം. എന്നാൽ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ മനുഷ്യരാക്കുന്നത് നാടോടി ആയിട്ടും അല്ലാതെയും നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങളൊരു വീടാണ്, നിങ്ങളൊരു കുടുംബമാണ്. അങ്ങനെയൊക്കെയുള്ള പരസ്പര ബന്ധങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അതാണ് മനുഷ്യനിൽ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന ജന്തുക്കളുടെ തുകലും അതുപോലെ രോമവും ഇങ്ങനെ തുടങ്ങി പല വസ്തുക്കളും മനുഷ്യൻ അവന്റെ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ തുകലോ മനുഷ്യന്റെ രോമമോ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു സാധനമോ മറ്റു ജന്തുജാലങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് അവയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ആടുകളെ വളർത്തുന്നത് പോലെ കുറെ ജന്തുക്കൾ കുറെ മനുഷ്യരെ വളർത്തുക, അങ്ങനെ ഒരു പ്രതിഭാസമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം മനുഷ്യന്റെ ഔന്നത്യം. മനുഷ്യൻ പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ടവനും പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമാണ്, പ്രത്യേകം സൗകര്യം കൊടുത്തിരിക്കുന്നു. എന്നാൽ ആ സൗകര്യമൊക്കെ താൽക്കാലികമാണ്. അത് തെളിയിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ്. അപ്പോൾ ആ തൽക്കാലത്തിന് ശേഷം മറ്റൊരു ജീവിതം വരാനുണ്ട്. മനുഷ്യൻ പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സെലക്ട് ചെയ്യപ്പെട്ട സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യനോട് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, ഒരു വിചാരണ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്, ഇതൊക്കെ ഉണ്ടാക്കി തന്നതിനെ കുറിച്ച് അല്ലാഹു തആല ഇതൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന വസ്തുത ചിന്തിച്ചാൽ മനുഷ്യന് മനസ്സിലാകും. അങ്ങനെ ഇതൊക്കെ മനുഷ്യനെ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എന്നത് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നത്. പരലോകത്തിന്റെ തെളിവ് പറയുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന ആ ഉള്ളിലെ ഒരു ചരട് ഈ പരാമർശത്തിന്റെ ഒക്കെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അത് ശരിയായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.